ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMThing. നമ്മൾ എന്ന 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 63-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. രണ്ടാമത്തേല് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചോദ്യം വായിക്കാം. The terms of some arithmetic sequence in 2 specified positions are given below. Find the algebraic form of each. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 10th ടേമും ഉണ്ട്, ഫസ്റ്റ് ടേമും ഉണ്ട് അല്ലെ. ഫസ്റ്റ് ടേം 5, 10th ടേം 23. അപ്പൊ 1-ൽ നിന്ന് 10-ലേക്ക് വേണമെങ്കിൽ 9 കൂട്ടണം അല്ലെ. 9 1 10. അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ 9 times common difference added to gives 10th term. 10th term. ആ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. 5 plus 9d equals 23. അപ്പൊ ഇതിൽ നമുക്ക് 9d equals 23 minus 5. ഈ 5-നെ എപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 18 എന്ന് കിട്ടും. ബാക്കി ഇപ്പുറത്തോട്ട് ചെയ്യാം. Therefore d is equal to 18 by 9 equals 2. d നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ജനറൽ ഫോം എന്താണ്? ഓൾജിബ്രൈക് ഫോം എന്താണ്? xn is equal to an plus b. a എന്ന് പറയുന്നത് എന്താണ്? d തന്നെയാണ്. d എത്ര? 2 കിട്ടി. b എന്ന് പറയുന്നത് എന്താണ്? f minus d. f എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം 5. 5 minus 2 എത്ര? 3. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. xn is equal to a is equal to d, that is 2n plus f minus d is 3. ഇതാണ് നമ്മുടെ ഇതിന്റെ ഓൾജിബ്രൈക് ഫോം. നമുക്ക് n-ന് 1 കൊടുത്തു നോക്കിയേ. 2 into 1 2 plus 3 5. ഫസ്റ്റ് ടേം കിട്ടി. n-ന് 10 കൊടുത്തു നോക്കിയേ. x10 equals 2 into 10 20 plus 3 23. കിട്ടിയില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തില് ഫസ്റ്റ് ടേം 5, 7th ടേം 23. നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ടേം 1-ന്റെ കൂടെ എത്ര കൂട്ടി 7 വരും? 6. 6 times common difference added to get 7th term. അല്ലെങ്കിൽ ഇവിടെ 7th എന്ന് എഴുതിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 7th term. ഫസ്റ്റ് ടേം 5 plus 6d equals 23. 6d equals 23 minus 5 equals 18. Therefore d equals 18 by 6 equals 3 എന്ന് കിട്ടും. നമുക്ക് ജനറൽ ഫോമില് പോവാം. xn is equal to an plus b. a എന്ന് പറയുന്നത് എന്താണ്? d തന്നെയാണ് അല്ലെ. d എത്ര? 3 കിട്ടി. b എന്ന് പറയുന്നത് എന്താണ്? f മൈനസ് d. f എത്ര? 5. 5 മൈനസ് d എത്ര? 3. 5 മൈനസ് 3 ഈക്വൽസ് 2. അപ്പൊ നമുക്ക് ജനറൽ ഫോമിൽ പോകാം. 3n പ്ലസ് 2. ഓക്കെ, ശരിയാണോ? n-ന് 1 കൂടെ 3 into 1 3 plus 2 5. മൂന്നാമത്തെ ചോദ്യത്തില് 5th ടേം 10 and 10th ടേം 5. അപ്പൊ നേരത്തെ കണക്ക് തന്നെ 5th ടേമിൽ നിന്ന് 10th പോകണമെങ്കിൽ 5th ടേം പ്ലസ് 5 times കോമൺ 5d ഈക്വൽസ് 10th ടേം. ഇതല്ലാതെ വേറെ രീതിയിലും ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്യാം. d എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക? ഇതല്ലാതെ വേറെ രീതിയിലും d കണ്ടുപിടിക്കുക എളുപ്പത്തില്. എങ്ങനെ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 10 പ്ലസ് 5d ഈക്വൽസ് 5. 5d ഈക്വൽസ് 10 അപ്പുറത്തുണ്ട്. 5 മൈനസ് 10 ഈക്വൽസ് മൈനസ് 5. d ഈക്വൽസ് മൈനസ് 5 by 5 ഈക്വൽസ് മൈനസ് 1. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം എങ്ങനെയുള്ള ചോദ്യങ്ങള് 5 10 10 5 ഇങ്ങനെ തിരിച്ചു മറിച്ചുമായിട്ട് വരുന്ന 5 5th ടേം ഈസ് 10 10th ടേം ഈസ് 5 എന്ന് വരുന്ന ചോദ്യങ്ങളിലെല്ലാം കോമൺ ഡിഫറൻസ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? -1 തന്നെ ആയിരിക്കും.
ഏത് ചോദ്യം എടുത്ത് ചെയ്താലും കോമൺ ഡിഫറൻസ് എന്ത് തന്നെയായിരിക്കും? -1. നമുക്ക് ജനറൽ ഫോമിലേക്ക് പോവാം. xn is equal to an plus b, a is equal to d. d എത്ര കിട്ടി? -1. b എന്ന് പറയുന്നത് എന്താണ്? f minus d. f എത്ര? ഫസ്റ്റ് ടേം അറിയാം നമുക്ക്? അറിയത്തില്ല. അപ്പം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് എഴുതാ മതി. ഫസ്റ്റ് ടേം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫിഫ്ത്ത് ടേം 5-ന്ന് 4 പോയാൽ 1 കിട്ടും അല്ലെ? 5-ന്ന് 4 പോയാൽ 1. ഫിഫ്ത്ത് ടേം മൈനസ് 4 ടൈംസ് കോമൺ ഡിഫറൻസ് ഈസ് ഫസ്റ്റ് ടേം. 5-ന്ന് 4 പോയാൽ 1. ഫിഫ്ത്ത് ടേം എത്ര? 10 മൈനസ് 4 ഇൻറ്റു ഡി എത്ര? -1 ഈക്വൽ ടു ഫസ്റ്റ് ടേം. അപ്പൊ 10 മൈനസ് മൈനസ് പ്ലസ് 10 പ്ലസ് 4 ഈക്വൽസ് 14 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് 14 എന്ന് കിട്ടി. നമുക്ക് ആൻസർ എഴുതിക്കൂടെ? എഫ് മൈനസ് ഡി. എഫ് എത്ര? 14 മൈനസ് -1. 14 മൈനസ് -1 എത്ര കിട്ടും? മൈനസ് മൈനസ് പ്ലസ് 14 പ്ലസ് 1 ഈക്വൽസ് 15 എന്ന് ആൻസർ കിട്ടും. ഈക്വൽസ് 15. അപ്പൊ നമുക്ക് ജനറൽ ഫോം xnൽ കൊടുത്തൂടെ? xn is equal to a minus 1 into n plus b. b is equal to f minus d, that is 15. ഇതിനെ വേണേ നമുക്ക് തിരിച്ചെഴുതാം. 15 മൈനസ് n എന്ന് എഴുതാം. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം. 8th ടേം ടു 12th ടേം 8. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു കോമൺ ഡിഫറൻസ് കാണാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. d is equal to ടേം ഡിഫറൻസ്, അതായത് 8 minus 2 by 12 minus 8. 8 minus 2 by 12 minus 8. Term difference by position difference. 6 by 4. എത്ര കിട്ടും? 3 by 2 എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പം ഫസ്റ്റ് ടേം എത്ര? 8th ടേം 8-ന്ന് എത്ര പോണം? 1 വരാൻ 7 പോണം അല്ലേ? 7 ടൈംസ് കോമൺ ഡിഫറൻസ്, അതായത് 8th ടേം ഈസ് 2 മൈനസ് 7 ഇൻറ്റു 3 by 2. 7 ഇൻറ്റു 3 by 2 ഈക്വൽസ് 2 minus 7 3 is 21 by 2. Cross multiplication method. 2 into 2. 4 minus 21 by 2 equals minus 17 by 2. 4-ന്ന് 21 പോയാൽ -17. ഇനി f minus d. ഇതാണ് ഫസ്റ്റ് ടേം. -17 by 2 minus 3 by 2 equals ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് 2 താഴെ എഴുതാം. -17 minus 3 എത്ര കിട്ടും? കുറച്ചുകൂടെ താഴ്ത്തി എഴുതാം. -17 minus 3 എത്ര കിട്ടും? -20 എന്ന് കിട്ടും. രണ്ടും നെഗറ്റീവ് ആണ്. -20 by 2 ഈക്വൽസ് -10 എന്ന് കിട്ടും. നമുക്ക് xn എഴുതാം. xn is equal to an, a എന്ന് പറയുന്ന d തന്നെ അല്ലേ? an plus b. b എന്ന് പറയുന്ന f minus d, that is -10. നമുക്കിതിനെ എങ്ങനെ എഴുതാം? 3/2n -10 എന്ന് എഴുതാം. പ്ലസ് മൈനസ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് -10 എന്ന് എഴുതാം. ഇങ്ങനെ ആൻസർ എഴുതാം. ഓക്കെ, അപ്പം രണ്ടാമത്തേല് 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം
1/3 and common difference 1/6 contains all natural numbers. അതായത് ആദ്യ പദം, അതായത് ഒന്നാം പദം 3/1 പൊതുവ്യത്യാസം 6/1 സമാന്തര ശ്രേണിയില് എല്ലാ നിസർഗ സംഖ്യകളും, അതായത് എണ്ണൽ സംഖ്യകളും ഉൾപ്പെടുന്നു എന്ന് തെളിയിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള എന്താണ്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? xn കണ്ടുപിടിക്കണം. നമ്മുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫ് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം എഫ് എന്നും എക്സ് എന്നും x1 എന്നും എഴുതാം. 1/3 d 1/6. xn is equal to an plus b. എ എന്ന് പറയുന്ന ഡി തന്നെയാണ്, ബി എന്ന് പറയുന്നത് എന്താണ്? എഫ് മൈനസ് ഡി. അത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. 1/3 മൈനസ് 1/6. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യാം. 1 into 6 6 മൈനസ് 1 into 3 3 3 into 6 18. 6 minus 3 3/18. ചെറുതാക്കുമ്പോൾ 1/6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എഫ് മൈനസ് ഡി, അതായത് ബി എന്തോ കിട്ടി? 1/6 എന്ന് കിട്ടി. അതിവിടെ എഴുതാം. 1/6 n പ്ലസ് 1/6. ഡിനോമിനേറ്റർ സെയിം ആണ്, 6 എന്ന് എഴുതാം. മുകളിൽ എന്താ ഒരു 1 into n, n plus 1 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് നമ്മുടെ xn. ഇവിടെ നോക്കി ഏതൊരു ഫ്രാക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഫ്രാക്ഷൻ ഉണ്ട്. താഴെ എന്താണ്? 6 ആണ്. ഈ ഫ്രാക്ഷൻ ഒഴിവാക്കി പൂർണ്ണസംഖ്യകൾ കിട്ടണമെങ്കിൽ ഇവിടെ ന്യൂമറേറ്റർ എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 6 ആയിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 6, ഇവിടെ 6 ആകുമ്പോൾ 6ഉം 6ഉം ക്യാൻസൽ ചെയ്തു പോകും. 12 ആണെങ്കിൽ 12ഉം 6ഉം ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെ നമുക്ക് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 6 ആണെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണസംഖ്യ കിട്ടുള്ളൂ. സോ therefore n plus 1 must be a multiple of 6. അപ്പോൾ n plus 1 equal to 6 ആണെങ്കിൽ, when n plus 1 is equal to 6, n is equal to എന്താണ്? 1 അപ്പുറത്ത് കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 minus 1 equal to 5 എന്ന് കിട്ടും. when n plus 1 is equal to 12, 12 ആണെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ എടുക്കാവൂ. n is equal to 12 minus 1 equals 11. when n plus 1 is equal to 18, 18 ആണെങ്കിൽ n എന്തായിരിക്കും? n is equal to 18 minus 1 equal to 17. അപ്പോൾ 5 11 17 5 11 17. അടുത്ത എത്രയാ നമുക്ക് പറയാൻ പറ്റും അല്ലേ? 6 ഇവിടെ ആഡ് ചെയ്താൽ മതി, 23. ഇങ്ങനെയുള്ള ടേംസ് എല്ലാം എന്താണ്? 5th ടേം, 11th ടേം, 17th ടേം, 23rd 1 ഓൾ എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? 5th ടേം, ഫസ്റ്റ് ടേം 1/3 അല്ലേ? സെക്കൻഡ് ടേം എത്രയായിരിക്കും? 1/3 പ്ലസ് 1/6 എത്ര? ഈക്വൽ 6. 2 plus 1 3/6. 3/6 is 1/2. ഇപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ടേം 1/2 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ടേം കിട്ടണമെങ്കിൽ എന്താകണം? പിന്നെ ഒരു 1/6 ആഡ് ചെയ്യണം. 1/2 പ്ലസ് 1/6. ഡിനോമിനേറ്റർ 6, 2 3 times 3 plus 1 4/6. റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് 2/3 എന്ന തേർഡ് ടേം കിട്ടി. ഇനി ഫോർത്ത് ടേം കാണണമെങ്കിലോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അതാ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും അല്ലേ? ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ 2/3 പ്ലസ്, ഞാൻ പിന്നെ നിങ്ങളെ ആഡ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. LCM 6, 3 2 2 2 4 പ്ലസ് 1 5/6. അടുത്തത്
5/6. ഇനി എന്താ ചെയ്യണം? 5/6ന്റെ കൂടെ 1/6 കൂടെ ആഡ് ചെയ്യണം. ഫോർത്ത് ടേം വരെ ആയി അല്ലേ? 5/6 പ്ലസ് 1/6. അപ്പൊ എത്ര വരും? 6/6 ഈക്വൽസ് 1. കിട്ടിയോ? നമുക്ക് നാച്ചുറൽ നമ്പർ നമുക്ക് കിട്ടിയിരിക്കുന്നു. അതായത് ഫിഫ്ത്ത് ടേം ആയപ്പോഴും 1 കിട്ടി. അപ്പൊ ഇവിടെ 5 എന്ന് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. n is equal to 5. ഈ നമ്മുടെ ജനറൽ ഫോമിൽ കൊടുത്ത് x5 ഈക്വൽ 1/6 into 5 plus 1/6 equal 5/6 plus 1/6 equal 6/6 equals 1. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഫിഫ്ത്ത് ടേം 11th ഫിഫ്ത്ത് പൊസിഷൻ അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം 11th പൊസിഷൻ ഓ 11th ടേം 17th പൊസിഷൻ ഓ 17th ടേം 23rd പൊസിഷൻ 23rd ടേം. ദീസ് ആർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. ഇതെല്ലാം നാച്ചുറൽ നമ്പർ. ഫിഫ്ത്ത് ടേം എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ 11th ടേം എന്തായിരിക്കും? 2 ആയിരിക്കും. 17th ടേം എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇതൊക്കെ ഇങ്ങനെ കിടക്കട്ടെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ് അത്രയും. ഓക്കെ, hence this sequence contains all natural numbers. മനസ്സിലായോ? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈ സീക്വൻസിൽ വരുമെന്ന് തെളിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം. Prove that the arithmetic sequence with the first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. അതായത് ഈ തന്നിരിക്കുന്ന സീക്വൻസ് പ്രകാരം ഒന്നാം പദം 3-1, പൊതുവ്യത്യാസം 3-2. ഇതിന്റെ അകത്ത് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ മാത്രമേ വരികയുള്ളൂ, ഇരട്ട സംഖ്യകളൊന്നും വരില്ല. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ബട്ട് നോ ഈവൻ നമ്പർ. ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ആദ്യം എന്താ കണ്ട? xn കാണണം അല്ലെ? xn is equal to an plus b. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എത്ര? 1/3. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 2/3. അപ്പം f മൈനസ് d നമുക്ക് കാണാം 1/3 മൈനസ് 2/3 അല്ലെ? ഡിനോമിനേറ്റർ 3 എഴുതാം. 1 മൈനസ് 2 എത്ര വരും? -1/3 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ വില കൊടുക്കാം. a is equal to d, that is 2/3n plus -1/3 equals 3 അങ്ങ് താഴെ എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2n പ്ലസിന്റെ മൈനസ് -1. അപ്പൊ നമ്മുടെ xn എന്താണ്? 2n മൈനസ് 1/3. ഇവിടെ നോക്കിക്കേ, നേരത്തെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഫ്രാക്ഷൻ ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഫ്രാക്ഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ എന്തായിരിക്കണം? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 3യുടെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 3, 6, 9, 12 അങ്ങനെ അങ്ങ് പോകും അല്ലേ? അപ്പൊ 3 ഇടുമ്പോൾ ഈ 3യും 3 ആയിട്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഹോൾ നമ്പർ കിട്ടും അല്ലേ? അപ്പം 2n മൈനസ് 1 ന്യൂമറേറ്റർ മാത്രം എഴുതിയാൽ മതിയല്ലേ? 2n മൈനസ് 1 മസ്റ്റ് ബി എ. കാര്യം മനസ്സിലായല്ലോ? താഴെ 3 വന്നുകൊണ്ടാണ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ 2n മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 3 ആകുമ്പോൾ ഏതൊക്കെ എടുക്കാം? 3, 6, 9, 12 അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം when 2n minus 1 is equal to 3. അപ്പൊ എന്ത് കിട്ടും? 2n is equal to 1 plus 3, 4. n is equal to 4/2. 4/2, 2 എന്ന് കിട്ടും. when 2n minus 1 is equal to 6, 3യുടെ മൾട്ടിപ്പിൾ. അപ്പൊ എത്ര? 6 പുറത്ത് 1 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും അല്ലേ? 2n equals 7.
6 + 1 7. n is equal, ഇവിടെ ഫ്രാക്ഷൻ ആയിരുന്നു അല്ലേ, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. when 2n - 1 equal to 9. 2n എത്ര വരും? 9 + 1 10. n is equal to 5 വരും അല്ലേ, ഹോൾ നമ്പറാ വരുന്നത്. അപ്പൊ നോക്കിക്കേ, 3 6 9 ഈ നമ്പേഴ്സിലെല്ലാം നമുക്ക് എന്താ കിട്ടുന്നത്? ഹോൾ നമ്പർ കിട്ടുന്നുണ്ട് അല്ലേ. 3 6 9 6 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല, 3ഉം 9ഉം കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ. n is equal to 2. സെക്കൻഡ് പൊസിഷനും ഫിഫ്ത്ത് പൊസിഷനും പിന്നെ അങ്ങോട്ട് നമുക്ക് തന്നെ എഴുതിക്കൂടെ. 2 5 അടുത്ത എത്രയായിരിക്കും? 3 കൂടെ കൂടിയ 8 11. ഈ പൊസിഷനിലുള്ള നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സിന് 2 കൊടുക്കുക, എന്നിന് എക്സിനല്ല സോറി എന്നിന് 2 കൊടുക്കുക. ഇവിടെ x2 is equal to 2/3 into 2 minus 1/3. മൈനസ് ആണ്, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലേ, -1. അപ്പം 2 into 2 4/3 minus 1/3 എത്ര വരും? 4/3 1/3 പോയാൽ 3/3 equal to 1 കിട്ടും. അപ്പൊ ഓഡ് നമ്പർ ആയില്ലേ? ആയി. ഇനി നമുക്ക് എന്താണ് 5 കൊടുക്കാം. x5 is equal to 2/3 into 5 minus 1/3, that is 10/3 minus 1/3, 9/3 equals 3. ഓഡ് നമ്പർ ഇല്ലേ കിട്ടിയത്? 1 കിട്ടി, 3 കിട്ടി, ഇനി അടുത്ത എന്തായിരിക്കും? 5 7. ഇങ്ങനെ എല്ലാ ഓഡ് നമ്പേഴ്സും തന്നിരിക്കുന്ന സീക്വൻസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരൊറ്റ ഈവൺ നമ്പർ പോലും ഇതില് കാണില്ല എന്ന് തെളിഞ്ഞു. ഹെൻസ് അങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി. ഹെൻസ് എന്താണ്? ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് നോ ഈവൺ നമ്പേഴ്സ്, ഓൾ ഓഡ് നമ്പേഴ്സ്. ഹെൻസ് ദിസ് സീക്വൻസ് contains എന്താണ്? all odd numbers. അഞ്ചാമത്തെ ചോദ്യം, prove that the arithmetic sequence 4 7 10 dash dash the squares of all terms are also terms of this sequence. ചോദ്യം മനസ്സിലായോ? 4 7 10 dash dash എന്ന സമാന്തര ശ്രേണിയില് എന്താണ്? സ്ക്വയേഴ്സ് ഓഫ് ഓൾ, എല്ലാ ടേംസിന്റെ എല്ലാ പദങ്ങളുടെയും വർഗങ്ങൾ ആ ശ്രേണിയിൽ ഉണ്ടാകുമെന്ന് തെളിയിക്കുക. എല്ലാ പദങ്ങളുടെയും ഇപ്പൊ 4 7 10 ഇതിന്റെ എല്ലാ വർഗങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് തെളിയിക്കുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആദ്യ ശ്രേണി എഴുതാം. ഈ ശ്രേണിയില് നമുക്ക് ഫസ്റ്റ് ടേം 4 കോമൺ ഡിഫറൻസ് 7 - 4 equal to 3. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? xn കണ്ടുപിടിക്കണം. ഓൾജിബ്രൈക് ഫോം. xn is equal to an plus b. a എന്ന് പറയുന്ന d തന്നെയാണ്, b എന്ന് പറയുന്നത് f minus d. അത് നമുക്കൊന്ന് കാണാം. f 4 - 3 equals 1. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. d 3n plus b 1. ഇതാണ് നമ്മുടെ xn. മൾട്ടിപ്പിൾ ഓഫ് 3. 3n എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3, 4n എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4, 5n എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? xന്റെ സാമാന്യ രൂപം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 plus 1 അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയർ ഇതിന്റെ അകത്ത് തന്നെ കണ്ടുപോകാം. xn സ്ക്വയർ, അതായത് 3n plus 1 ഹോൾ സ്ക്വയർ കാണാം. ഇത് a plus b ഹോൾ സ്ക്വയർ, a സ്ക്വയർ
പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എക്സ് എൻ സ്ക്വയർ അപ്പൊ എന്ത് കിട്ടും? 3n സ്ക്വയർ വരുമ്പോൾ 9n സ്ക്വയർ പ്ലസ് 2 × 3 × 1 6n പ്ലസ് 1 എന്ന് കിട്ടും. ഈ രണ്ട് ടേമിൽ നമുക്ക് 3 കോമൺ ഫാക്ടർ എടുക്കാം. അപ്പം ബ്രാക്കറ്റിനകത്ത് എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് ബ്രാക്കറ്റിനകത്ത് വരിക. 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. അപ്പൊ ഇത് നമുക്ക് 3 × ദിസ് മീൻ ഇതിന് നമുക്ക് പി എന്നോ കെ എന്നോ എക്സ് എന്നോ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഈ ഫോമിൽ തന്നെ വരത്തില്ലേ? 3x + 1 മൾട്ടിപ്പിൾ ഓഫ് 3 + 1 മൾട്ടിപ്പിൾ ഓഫ് 3 + 1. അപ്പം സ്ക്വയറും മൾട്ടിപ്പിൾ ഓഫ് 3 + 1 ആണ് ഒന്ന്. ഇത് എന്താ വന്നിരിക്കുന്നത്? മൾട്ടിപ്പിൾ ഓഫ് 3 + 1. ഇതും സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 3 + 1. Therefore, we can say that squares of all terms are also terms of this sequence. ഇതിന്റെ സ്ക്വയറുകളെല്ലാം ഇതിന്റെ അകത്ത് തന്നെ കാണും നമുക്ക് പറയാൻ കഴിയും. Hence, squares of all terms are also terms of this sequence. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പം ഇവിടെ നോക്കാം, ഈ സീക്വൻസ് നമ്മൾ ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ നോക്കിക്കേ, 4 7 10 അടുത്ത എന്തായിരിക്കും? 13 16 19 അടുത്ത എത്രയായിരിക്കും? 22 25 28. അപ്പൊ ഇതിന്റെ അകത്ത് 4ന്റെ സ്ക്വയർ 16 ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് 7ന്റെ സ്ക്വയർ ഇതിന്റെ അകത്ത് തന്നെ ആയിരിക്കും, 10ന്റെ സ്ക്വയർ ഇതിന്റെ അകത്ത് തന്നെ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം, prove that the arithmetic sequence 5 8 11 dash dash does not contain any perfect squares. പെർഫെക്റ്റ് ചോദ്യം മനസ്സിലായോ? 5 8 11 എന്ന സമാന്തര ശ്രേണിയില് പൂർണ്ണവർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തെളിയിക്കുക. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 1 4 9 16 ഇതെല്ലാം പൂർണ്ണ വർഗങ്ങളാണ്. ഒരു നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന സീക്വൻസ് എഴുതാം. 5 8 11 ഡാഷ്. ഇതില് ഫസ്റ്റ് ടേം 5, കോമൺ ഡിഫറൻസ് 8 - 5 = 3. നമുക്ക് ആദ്യം xn ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ആൾജിബ്രിക് ഫോം കണ്ടുപിടിക്കണം. ഈ ശ്രേണിയുടെ xn എന്തായിരിക്കും കണ്ടുപിടിക്കാം. xn = an + b. a എന്ന് പറയുന്നത് d തന്നെയാണ് അല്ലെ. a = d. d എത്ര? 3. 3n + b എന്ന് പറയുന്നത് എന്താണ്? f - d ആണ്. നമുക്ക് ഇവിടെ ചെയ്തിട്ട് നോട്ട് ചെയ്താ. f - d എത്ര? 5 - 3 = 2. അപ്പൊ നമുക്ക് xn എന്ത് കിട്ടി? 3n + 2 എന്ന് കിട്ടി. ഇനി ഇതിന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപോക്കാം. ഇതിപ്പം 3n എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 + 2. നമുക്ക് ഇങ്ങനെ എഴുതാം, മൾട്ടിപ്പിൾ ഓഫ് 3 + 2. ഇവിടെ xn മൾട്ടിപ്പിൾ ഓഫ് 3 + 2 ആണ്. ഇനി ഇതിന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. xn സ്ക്വയർ = 3n + 2 ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പോഴേ നമുക്ക് എത്ര കിട്ടുക? ഇതിപ്പോ a + b ഹോൾ സ്ക്വയറിന്റെ രൂപമായല്ലേ. a² + 2ab
2 into 3n into 2 plus b square. So xn square equals 3n whole square is 9n square plus 2 into 3 6, 6 into 2 12n plus 2 square is 4. ഈ 4ന് നമുക്ക് 3+1 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് 3+1 എഴുതുന്നത്? നമുക്ക് 3 കോമൺ ഫാക്ടർ എടുക്കാൻ വേണ്ടിയാണ്. മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് കാണിക്കാൻ കൂടിയാണ്. ഈക്വൽസ് 9n square plus 12n plus 3 plus 1. ഇത്രയും ടേമിൽ നിന്ന് 3 അങ്ങ് പുറത്തെടുക്കുക. 3 കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 3 ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താണോ കിട്ടുന്നത് അതാണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത്. 9n square by 3, 3n square plus 4n plus 1 plus 1 എന്ന് കിട്ടും. ഇത് നോക്കിയേ, 3 into this means multiple of 3. ഇതിനിപ്പം k എന്നോ x എന്നോ p എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇത് എന്ത് തന്നെയായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3. 3 വന്നു കഴിഞ്ഞാൽ 3 into any number means multiple of 3. Multiple of 3 plus 1. അതായത് multiple of 3 plus 1. ഇവിടെ നോക്കിക്കേ, മൾട്ടിപ്പിൾ ഓഫ് 3 plus 2 ആണ്. ഇവിടെ വന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ഓഫ് 3 plus 1 ആണ്. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതില് എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 3 plus 2ഉം മൾട്ടിപ്പിൾ ഓഫ് 3 plus 1ഉം. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഈ സീക്വൻസിന്റെ ഫോം ആണ് ഇത് 3n plus 2. അതിലെ മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 2 ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 3യുടെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് കിട്ടുന്നത്. ആ സീക്വൻസ് ആണ് കിട്ടുന്നത്. അപ്പം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും നമ്മുടെ ഈ തന്നിരിക്കുന്ന സീക്വൻസിൽ ഇല്ല എന്ന് തെളിഞ്ഞു. സോ വി ക്യാൻ റൈറ്റ് therefore we can say that the given sequence is the 5, 8, 11. The given sequence does not contain any perfect squares. Any perfect squares. ആറാമത്തെ ചോദ്യം കഴിഞ്ഞു. അപ്പം ഈ ലെസണിലുള്ള എല്ലാ ചോദ്യങ്ങളും, അതായത് ലെസണിലല്ല ഈ എക്സസൈസിലുള്ള എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അപ്പം ലെറ്റ് മീ വൈൻഡ് അപ്പ്. ഞങ്ങൾക്ക് പഠിച്ച എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ബാക്കിയുള്ള പോർഷൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.